ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും മസാല എണ്ണയിൽ പിരിഞ്ഞു കിടക്കാതെയും ഒട്ടിപ്പിടിക്കാതെയും എണ്ണ കുടിക്കാതെയും ഒക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നോക്കൂ. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ കുറേ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. എന്നാൽ ശരി, വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അര കിലോ കോളിഫ്ലവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. ചെറുതായി കട്ടാക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ഓയിലൊന്നും വേണ്ട. അപ്പോൾ നമുക്കതൊന്ന് അതിൻ്റെ ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ട് ഒരു ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ കട്ടാക്കി വെച്ച കോളിഫ്ലവറോട് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം. എന്നാൽ അകത്തുള്ള ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് റെസിപ്പി കോളിഫ്ലവർ കൊണ്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് സംഭവം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഇതൊന്ന് വാർത്ത് വെക്കുകയാണ് കേട്ടോ, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഇതിലോട്ട് കുറച്ച് ബാറ്ററും കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം നമ്മുടെ ചിക്കൻ കബാബ് കേട്ടോ, അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 30 ml കപ്പിന് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ, നല്ലൊരു കളറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ അരിപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു മുറി നമ്മുടെ നാരങ്ങ നീരും കൂടി ചേർത്തി കൊടുക്കണം. നന്നായിട്ട് നമ്മൾ എരിവും പുളിയും ഒക്കെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, നമ്മൾ കുറച്ചിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൽ നമ്മുടെ മസാലയൊന്നും പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കൺസിസ്റ്റൻറ്റിയിലായിരിക്കണം നമ്മുടെ ബാറ്ററായി വരേണ്ടത്. കണ്ടോ? ഇനി ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ഊറ്റി വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ബാറ്റർ നമ്മുടെ കോളിഫ്ലവറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ആയിരിക്കണം കേട്ടോ, വെള്ളം ഒട്ടും ഇല്ലാതെ ഇതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുക ചെയ്യണം കേട്ടോ. ഇനിയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു പാൻ വെക്കുക. അപ്പോൾ ഇതുപോലുള്ള പാൻ ഉണ്ടെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓയിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ, കുറേ ഓയിലും വേണമെന്നൊന്നുമില്ല. ഇട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചട്ടിയും അതുപോലെ നമ്മുടെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഒരു ടിപ്സ് പറഞ്ഞത്. നമ്മളിങ്ങനെ ചൂടായ എണ്ണയിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടെടുക്കുമ്പോഴാണ് നമ്മൾ അധികം നമ്മുടെ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ പിടിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അത് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒന്നും ഇട്ട് കൊടുക്കരുത്, ഒരേ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്താൽ ഇതുപോലെയൊക്കെ ആയിരിക്കുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായത് കാരണം നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കളറിങ് ആയാൽ നമുക്ക് കോരി മാറ്റാം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമുക്കിത് കോരിയെടുക്കാൻ, എന്നാൽ നമ്മൾ എണ്ണ ഒട്ടും പിടിക്കത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടി ഇട്ടുകൊടുക്കാം. നമ്മളിതിൽ അരിപ്പൊടി ചേർത്തല്ലോ, അതിന് പകരം നിങ്ങളടുത്ത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം. രണ്ടായാലും നമ്മൾ ചേർത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്താൽ. നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എണ്ണ ഒട്ടും കുടിക്കാതെയാണ് തയ്യാറാക്കിയതെന്ന്. അതുപോലെ മസാല കണ്ടോ, പിരിഞ്ഞ് കിടക്കാതെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതേ ഓയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ. നല്ല മണവും രുചിയും ഉള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. ഇനി കോളിഫ്ലവറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കണം. കണ്ടോ, നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അതെല്ലാം സോഫ്റ്റുമാണ് കേട്ടോ. നമുക്കിത് വെറുതെ ഇരുന്നിട്ട് തന്നെ കഴിക്കാൻ തോന്നും.
ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഓയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടായ ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കോരി എടുക്കുമ്പോഴും നല്ല ചൂടായ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കോരിയെടുക്കാം. അതുപോലെ നമ്മൾ അരിപ്പൊടി കോൺഫ്ലവർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അരിപ്പൊടിയൊക്കെ നമുക്ക് മസ്റ്റായിട്ടും ചേർത്തി കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ട് തന്നെ വെള്ളം ഉപയോഗിക്കാതെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായിരിക്കണം കേട്ടോ നമ്മുടെ മസാല ആയി വരേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് കോളിഫ്ലവർ ഫ്രൈ നമുക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.